സോ ഇതാണ് എം ജി വിൻസർ 9.99 ലാക്സിനാണ് എം ജി ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കിലോമീറ്ററിന് നമ്മൾ 3.5 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ബാറ്ററി നമുക്ക് റെൻ്റലായിട്ട് യൂസ് ചെയ്യാം. വണ്ടിയുടെ വിലയാണ് 9.9 എന്ന് പറയുന്നത്. എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് വണ്ടിയുടെ ഡിസൈനിലേക്ക് പോകുകയാണെങ്കിൽ എയ്റോപ്ലെയിനോട് സാമ്യം തന്ന ഡിസൈൻ എന്നാണ് എം ജി ഇതിനെ വിളിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു വലിയൊരു LED DRLs കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു എൻ്റെ ഫ്രണ്ട് ഭാഗം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എം ജിയുടെ ലോഗോ കാണാം. പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഭാഗം കാണാൻ കഴിയും. അതിൽ മോറിസ് ഗ്യാരേജ് എന്ന് ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ പോപ്പപ്പ് ഡോർ ഹാൻഡിൽസ് കാണാം. കൂടാതെ ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സോ ഇനി റിയർ ഭാഗത്തിലേക്ക് വരുവാണെങ്കിലും നമുക്കൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാൻ കഴിയും. അതായത് ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ. പാർക്കിംഗ് സെൻസേഴ്സും പാർക്കിംഗ് ക്യാമറാസ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഡിഫോക്കൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ വരുന്നില്ല. ആൻഡ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 610 ലിറ്ററാണ് ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നത്. അതും സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് എന്നാണ് എം ജി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് പവർ ടെയിൽ ഗേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാനുവലി നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു USP എന്ന് പറയുന്നത് ഈ ഒരു പിൻ ഭാഗം തന്നെയാണ്. ഇത് നമുക്ക് 135 ഡിഗ്രി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് എം ജി ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഫ്ലോർ ഫ്ലാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. AC വെൻസും ചാർജിങ് പോർട്സും വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. എന്നാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു മൂൺ റൂഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഗ്ലാസ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. സോ ഇതാണ് എം ജി കോമ്പറ്റൻ്റ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ബോട്ടമുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സീറ്റൊക്കെ നോക്കി അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് വളരെ കുഷനി ഫീൽ കിട്ടുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിൽ നമുക്ക് വലിയൊരു കൺസോൾ ലഭിക്കുന്നുണ്ട്. അതിലാണ് സ്റ്റോറേജ് സ്പേസും ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വയർലെസ് ചാർജിങ് പാടും കാണാൻ കഴിയും. താഴ്ഭാഗത്ത് നമുക്ക് ചാർജിങ് പോർട്സ് ഇതിനകത്ത് ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. കൂടാതെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പവേഡ് സീറ്റും അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഈ ബട്ടൺസ് ഒക്കെ അത്യാവശ്യം ഫ്ലിംസി ആയിട്ട് തോന്നുന്നുണ്ട്. 15 ഇഞ്ച് വലുപ്പമുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 80 പരം കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് എം ജി അവകാശപ്പെടുന്നത്. ആൻഡ് 8 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഡ്രൈവർ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡ് ആണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ EV ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോർ പാഡിലും ഈ ഒരു ഡാഷ് ബോർഡിലും സെൻട്രൽ കൺസോളിലും എല്ലാം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഫൈൻഡ് ചെയ്യാൻ എം ജിക്ക് സാധിച്ചിട്ടുണ്ട്. സോ 9.99 ലാക്സിനാണ് എം ജി ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കിലോമീറ്ററിന് 3.5 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് എം ജി പറയുന്നത്. അതായത് ബാറ്ററി നമുക്ക് വാടകയ്ക്കും വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്കാണ് എം ജി ഇത് അവകാശപ്പെടുന്നത്. ബട്ട്